ഇനി നമ്മൾ തിരിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. ബീഹാറിൽ സീറ്റ് വിഭജനത്തിന് പിന്നാലെ NDAയിൽ പ്രതിസന്ധി. സീറ്റ് ലഭിക്കാഞ്ഞതോടെ RLJP അധ്യക്ഷൻ പശുപതി കുമാർ പരസ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു. ചിരാഗ് പസ്വാന്റെ LJPക്ക് 5 സീറ്റുകൾ നൽകിയതും RLJPയുടെ അതൃപ്തിക്ക് കാരണമാണ്. ജാർഖണ്ഡിൽ JMM MLA സീതാ സോറൻ BJPയിൽ ചേർന്നു. മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ മരുമകളാണ് സീതാ സോറൻ. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണ് പശുപതി പരസ്. കഴിഞ്ഞ ദിവസം തന്നെ അതൃപ്തിയുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം? അദ്ദേഹം ഇന്ത്യ മുന്നണിയിലേക്ക് എന്നുള്ളതാണോ? 5 MP-മാരുള്ള ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നൽകാത്തതിൽ എന്താണ് BJPയുടെ ന്യായം? അനുജ, ഇന്നലെയാണ് ബീഹാറിൽ സീറ്റ് വിഭജനം പൂർത്തിയായത്. അതിന് പ്രകാരം BJP 17 സീറ്റിലും JDU 16 സീറ്റിലും ചിരാഗ് പസ്വാന്റെ LJP അത് 5 സീറ്റിലും HAM പാർട്ടി 1 സീറ്റിലും അങ്ങനെയാണ് ഈ വിഭജനം പൂർത്തിയായത്. പക്ഷേ ഇതിൽ RLJPക്ക് ഒരു സീറ്റ് പോലും നൽകിയില്ല. അതിൽ തുറന്ന അതൃപ്തി ഇന്നലെ തന്നെ ഈ RLJP രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്നുള്ള സൂചനകൾ പശുപതി കുമാർ പരാസും നൽകിയിരുന്നു. പക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളാതെയായിരുന്നു NDA മുന്നോട്ട് പോയത്. അതിലാണ് ഇന്ന് പ്രതിഷേധിച്ചുകൊണ്ട് ആ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് RLJP അധ്യക്ഷനായിട്ടുള്ള പശുപതി കുമാർ പരാസ് മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും NDAയുടെ സീറ്റ് വിഭജനം അത് ഇന്നലെ പൂർത്തിയാകുമ്പോൾ RLJP തുറന്ന അതിർത്തിയുമായാണ് ഇപ്പോൾ രംഗത്തുള്ളത്. മറ്റൊരു കാര്യം എന്നുള്ളത് ജാർഖണ്ഡിൽ JMMന് തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തപ്പോൾ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. സീതാ സോറൻ ഇന്ന് ഉച്ചയോടുകൂടി BJPയിൽ ചേർന്നിരിക്കുന്നു. നേരത്തെ പല അന്വേഷണങ്ങൾ നേരിട്ട ഒരാൾ കൂടിയാണ് സീതാ സോറന്റെ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഈ രാഷ്ട്രീയക്കാരുടെ അഴിമതി, അതിൽ ഈ പരിരക്ഷ ലഭിക്കില്ല എന്നതടക്ക നിരീക്ഷണത്തിലേക്ക് പഴയ 5-അംഗ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ ആ സീതാ സോറനാണ് ഇപ്പോൾ BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. JMMനെ സംബന്ധിച്ച ഒരു തിരിച്ചടിക്ക് കൂടി, സംസ്ഥാനത്തെ തിരിച്ചടിക്ക് കൂടി കാരണമാകുന്ന ഒന്നാണ്. മറ്റൊന്ന് BJPയുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ്. അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അത് പ്രഖ്യാപിക്കുമ്പോൾ ദക്ഷിണ ഇന്ത്യയിലെ സ്ഥാനാർത്ഥികളായിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ ആ 3ാം ഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള വിവരങ്ങളാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ 4 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനങ്ങൾ കൂടി. ബീഹാറിൽ NDAക്ക് തിരിച്ചടി, ജാർഖണ്ഡിൽ JMMന് തിരിച്ചടി, അങ്ങനെ അതിന്റെയൊക്കെ വിശദാംശങ്ങളാണ് അച്യുതൻ നൽകിയത്.